പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക്. നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത്. പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്, കടത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു 100 രൂപയായാലും ശരി, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങളാൽ കഴിയുന്ന തുക, അത് ചെറുതായാലും വലുതായാലും, നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികൾ ഖുർആനിനെതിരാണ്, ജനങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വഹാബികളെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കവുമില്ല. എവിടെയൊക്കെ മുസ്ലിമീങ്ങൾ ഖുർആനുമായി ബന്ധപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഖുർആനുമായി ബന്ധപ്പെടാൻ പാടില്ല, അത് വഹാബിസത്തിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അതിൽ നിന്ന് അകറ്റുന്നവരാണ്. എന്നാൽ വഹാബിസം എന്തെന്നറിയാത്ത ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. വഹാബികൾ പറയുന്നത് ഖുർആനുമായി ബന്ധപ്പെടണം എന്നാണ്. സുന്നികൾ മാലമൗലിദുകളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്, അതുകൊണ്ടാണത് കൂടുതൽ എതിർക്കപ്പെടുന്നത് എന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. ഖുർആനുമായി മുസ്ലിമീങ്ങൾ ബന്ധപ്പെടുന്നതിനെ എതിർക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ യാത്ര പോകുമ്പോൾ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതി ദുആ ചെയ്യാറുണ്ട്. അതുപോലെ മരണ വീട്ടിൽ വെച്ച്, കല്യാണ വീട്ടിൽ വെച്ച്, ഏത് നല്ല വിഷയത്തിൽ ഏർപ്പെട്ടാലും അൽ ഫാത്തിഹ എന്ന് വിളിച്ച് ഫാത്തിഹ ഓതാൻ ആവശ്യപ്പെടുകയും ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതി ദുആ ചെയ്യുകയും ചെയ്യുന്നു. മുസ്ലിമീങ്ങളുടെ ഒരു പതിവാണത്. എന്നാൽ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ തന്നെ അവർക്ക് അലർജിയാണ്. അതിനെ വഹാബികൾ അൽ ഫാത്തിഹ എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്. അപ്പോൾ അവർ മാലമൗലിദുകൾക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ ഒന്നാം പ്രമാണവും മുസ്ലിമീങ്ങൾ ഏത് സമയത്തും പാരായണം ചെയ്യേണ്ടതുമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നതിനും വഹാബികൾ എതിരാണ്. വഹാബികൾ ആകെ അനുകൂലമായിട്ട് നിൽക്കാറുള്ളത് അൽ ഇസ്ലാഹ് മാസിക വായിക്കുന്നതിനും, അൽമനാർ വായിക്കുന്നതിനും, വിചിന്തനം വായിക്കുന്നതിനും, ഷബാബ് വായിക്കുന്നതിനുമാണ് അവർ അനുകൂലമായി നിൽക്കാറുള്ളത്. അല്ലാതെ അവർ ഖുർആൻ പാരായണം നടത്തുന്നതിന് അനുകൂലമല്ല. എത്രത്തോളമെന്ന് വെച്ചാൽ, വഹാബികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വീട് കക്കൂസാണെന്ന് വരെ ഒരു വിവരം കെട്ട മൗലവി പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. മരണ വീട്ടിൽ വെച്ച് മാതൃഭൂമി പത്രമാണ് വായിക്കേണ്ടത്, ഖുർആൻ ഓതുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞ മൗലവിമാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ഹലർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് വെച്ചും മയ്യത്തിന്റെ സമീപത്ത് വെച്ചും നിങ്ങൾ നല്ലത് പറയണമെന്ന് പഠിപ്പിച്ചു. നല്ലത് പറയണമെന്ന് പഠിപ്പിച്ച ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വർത്തമാനം എന്താണെന്നും പഠിപ്പിച്ചു. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം, വചനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വചനം, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിന്റെ കലാമാണ്, വിശുദ്ധ ഖുർആനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ വഹാബികൾ പറയുന്നത് മരണ വീട്ടിൽ വെച്ച്, മയ്യത്തിന്റെ സമീപം വെച്ച് മരിച്ചവർക്ക് വേണ്ടി മാതൃഭൂമിയാണ് വായിക്കേണ്ടത്, വിശുദ്ധ ഖുർആനല്ല. എന്നാൽ ഈ വാദങ്ങളെയൊക്കെ ഗണ്ണിച്ചുകൊണ്ട്, ഈ വാദങ്ങളൊന്നും ഇസ്ലാമികമല്ല, ഈ വാദങ്ങളൊന്നും മുജാഹിദിന്റെ വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദിന്റെ തൗഹീദ് പാടെ പൊളിച്ചെഴുതുകയാണ് അനസ് മൗലവി. പുതിയൊരു തൗഹീദ് കൊണ്ടുവന്നിരിക്കുകയാണ്. KNM നേതാവായിട്ടുള്ള
അനസ് മൗലവി. അദ്ദേഹം പറയുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം പാടില്ലെന്ന വാദം അത് മുജാഹിദിന്റെ വാദമല്ല. വാദം നമുക്കൊന്ന് കേട്ടു നോക്കാം. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ലോകത്തെ കോടാനുകോടി മുസ്ലിമീങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലമായി? 14 ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഒരാൾ ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ ഓതുന്ന ആൾക്ക് ഒരക്ഷരത്തിന് 10 നന്മ, ഒരക്ഷരത്തിന് 10 നന്മ. അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ 30 നന്മ ഒരാൾക്ക് കിട്ടും. ഖുർആനിൽ നിന്ന് ഒരാൾ ഒരക്ഷരം ഓതിയാൽ 10 നന്മ, 3 അക്ഷരം ഓതിയാൽ 30 നന്മ. എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഓതുമ്പോ ആ ആളുകൾക്ക് മുഴുവനും ഈ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ആ പ്രതിഫലത്തിന് തുല്യമായ ഒരു പ്രതിഫലം നേരെ പോകുന്നു. എങ്ങോട്ട്? സയ്യിദ് ഇബ്നു സാബിത്തിന്റെ അക്കൗണ്ടിലേക്ക്, ഖബറിലേക്ക് പോയി വീഴുകയാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ കലാം ഓതുമ്പോ എനിക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ, ആ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം പോയി വീഴുകയാണ്. എങ്ങോട്ട്? സയ്യിദ് ഇബ്നു സാബിത്തിന്റെ ഖബറിലേക്ക്. സങ്കല്പിക്കാൻ കഴിയുമോ? ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം താങ്കളടക്കമുള്ള വഹാബികൾ ഖുർആൻ പാരായണം ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുകയില്ല, മരിച്ചവരുടെ ഖബറുകളിലേക്ക് അതിന്റെ പ്രതിഫലം എത്തുകയില്ല എന്നൊക്കെ പ്രസംഗിച്ച് നടന്ന് ജനങ്ങളെ പറ്റിച്ച അനസ് മൗലവി താങ്കളടക്കമുള്ള മുജാഹിദുകൾ ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. ഇപ്പൊ പറയുന്നു, ആരൊക്കെ ഖുർആൻ പാരായണം ചെയ്താലും പാരായണം ചെയ്ത ആൾക്ക് ഒട്ടും തന്നെ കുറയാതെ ഖബറാളിക്ക് എത്തുമെന്നാണ് അനസ് മൗലവി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ പറയുമെന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അനസ് മൗലവി, ഇനിയെങ്കിലും താങ്കൾ ഈ വാക്കുകൾ മാറ്റം വരുത്താതെ ആഫീസിൽ പോയി മറ്റ് വഹാബികളെ കൂടി തിരുത്തിച്ച് പണ്ട് ജിന്ന് തൗഹീദിൽ പെട്ടുപോയപ്പോ തൗബ ചെയ്തതുപോലെ താങ്കൾ പരസ്യമായി ഒരു തൗബ ചെയ്ത് ജനങ്ങളോട് പറയണം, ഞങ്ങൾ മരിച്ചവർക്ക് ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ പ്രതിഫലം എത്തുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു തെറ്റായ സന്ദേശം നിങ്ങൾക്ക് നൽകിയ ഞങ്ങൾ ഇതാ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി മാപ്പ് ചോദിക്കുക. മരണപ്പെട്ടു പോയ വഹാബികൾക്ക് വേണ്ടി ജീവിച്ചിരിപ്പുള്ള വഹാബികൾ ഇനിയെങ്കിലും ഖുർആൻ പാരായണം നടത്തട്ടെ, അതിന്റെ പ്രതിഫലം ഖബറാളിക്ക് കിട്ടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുക. അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് വേണ്ടി എത്തണമെന്ന് ദുആ ചെയ്യാനും കൂടി പറഞ്ഞാൽ വളരെ സന്തോഷാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.